അകക്കണ്ണ്. അളമുട്ടിയപ്പോൾ ജനം തിരിച്ചടിച്ചു. AR. ഒരേ സമയം അമ്പരപ്പിക്കുന്നതും ആവേശകരവുമാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. മൂന്നാം ഊഴത്തിൽ 400-ൽ പരം സീറ്റുകൾ നേടി ഭാരതത്തെ രാമരാജ്യമാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അതിന് തടസ്സം സൃഷ്ടിക്കുന്നവരെ യഥോചിതം കൈകാര്യം ചെയ്യുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ അമിത് ഷായും NDAയെ രംഗത്തിറക്കിയത്. ബാബരി മസ്ജിദ് തകർത്ത അതേ സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മാണത്തിൻ്റെ പ്രഥമഘട്ടം ദ്രുതഗതിയിൽ പൂർത്തിയാക്കി രാമപ്രതിഷ്ഠ മോദിയുടെ തന്നെ നേതൃത്വത്തിൽ നടത്തുകയായിരുന്നു ആദ്യ നടപടി. ഇതോടെ ഭാരതം രാമരാജ്യമായി എന്ന പ്രഖ്യാപനവും വന്നു. പിന്നീട് നടന്നത് മുസ്ലിം മുക്ത പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുകയായിരുന്നു. അതിനിടെ ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയെയും ഡൽഹി AAP സർക്കാരിൻ്റെ മന്ത്രിമാരെയും EDയെ വിട്ട് പിടികൂടി ജയിലിലടക്കലും കോൺഗ്രസിൻ്റെ ഫണ്ട് മരവിപ്പിക്കലും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളിൽ നിന്ന് നേതാക്കളെയും ജനപ്രതിനിധികളെയും കൂറുമാറ്റലും പോലുള്ള പരിപാടികളും മുറക്ക് തുടർന്നു. അത്യുഷ്ണത്തിൽ എരിപൊരി കൊള്ളുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ നീളുന്ന 7 ഘട്ടങ്ങളിലായി പോളിംഗ് ഷെഡ്യൂൾ ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് പ്രഖ്യാപനം നടത്തിക്കുകയായിരുന്നു അടുത്ത അജണ്ട. എല്ലാ സംസ്ഥാനങ്ങളിലും താരപ്രചാരകനായി സ്വയം അവരോധിച്ചുകൊണ്ട് എല്ലായിടത്തുമായി 155 റാലികളിൽ പൊതുപ്രസംഗങ്ങൾ നടത്തി. പ്രസംഗങ്ങളിൽ മോദി കാ ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ച് ഉദ്ഘോഷിക്കാൻ മറന്നില്ല. BJP പ്രതിനിധിയായി ആര് എവിടെ മത്സരിച്ചാലും വോട്ട് ചോദിക്കുന്നത് മോദിജിക്കു വേണ്ടി. ജവഹർലാൽ നെഹ്റുവിനും അടൽ ബിഹാരി വാജ്പേയിക്കും ശേഷം രാജ്യം കണ്ട ഏറ്റവും സമാദരണീയനായ പ്രധാനമന്ത്രി താൻ തന്നെയാണെന്നതിൽ മോദിജിക്ക് സംശയമേ ഉണ്ടായില്ല. ചെയ്ത പ്രസംഗങ്ങളോ? തന്നെത്താൻ പൊക്കിപ്പറഞ്ഞത് 2862 തവണ. മുഖ്യശത്രു കോൺഗ്രസിനെ പരാമർശിച്ചത് 2942 തവണ. നുഴഞ്ഞുകയറ്റക്കാരും സന്താനോൽപാദകരുമായ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തത് 288 വട്ടം. ഹിന്ദു സ്ത്രീകളുടെ മംഗല്യസൂത്രം പൊട്ടിച്ച് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കും, പട്ടികജാതി പട്ടികവർഗ സംവരണം പിടിച്ചുമാറ്റി മുസ്ലിങ്ങൾക്ക് നൽകും എന്ന് തുടങ്ങിയ പച്ചക്കള്ളങ്ങളാണ് ഭൂരിപക്ഷ സമുദായവുമായി മോദിജി പങ്കുവച്ചത്. വോട്ടെടുപ്പിൻ്റെ 1ാം ഘട്ടം കഴിഞ്ഞപ്പോൾ മോദി ഗ്യാരണ്ടി മാത്രം മതിയാവില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി വിദ്വേഷ പ്രചാരണം അഴിച്ചുവിട്ടത്. പലരും പ്രതിഷേധിക്കുകയും ഇലക്ഷൻ കമ്മീഷനിൽ പരാതിപ്പെടുകയും ചെയ്തെങ്കിലും ഫലം നാസ്തി. പ്രധാനമന്ത്രി നേരിട്ട് നിയമിച്ച കമ്മീഷൻ അദ്ദേഹത്തെ ശാസിക്കാൻ ധൈര്യപ്പെടുമോ? അപ്രകാരം ലക്ഷണമൊത്ത ഒരു ഏകാധിപതിയുടെ റോളിൽ അദ്ദേഹം അടക്കി ഭരിക്കുമ്പോഴാണ് മൂന്നാം ഊഴത്തിനു വേണ്ടിയുള്ള ഹിതപരിശോധന അഥവാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്നത്. ആയിരക്കണക്കിൽ കിലോമീറ്റർ താണ്ടി ഭാരത് ജോഡോ യാത്ര നടത്തിയ രാഹുൽ ഗാന്ധി വെറും പോഴത്തക്കാരനാണെന്നായിരുന്നു ഗോദി മീഡിയയുടെ ഭാഷ്യം. സർക്കാർ മാധ്യമങ്ങളായ ആകാശവാണിയും ദൂരദർശനും മുച്ചൂടും കാവ്യവൽക്കരിച്ചിട്ട് പതിറ്റാണ്ടായി. പുറമെ കോർപ്പറേറ്റ് പിടിയുള്ള അച്ചടി ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളെല്ലാം മോദിയുടെ സ്തുതിപാഠകരും. പിടിയിൽ നിന്ന് കുതറാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾക്ക് വിധിച്ചത് വധശിക്ഷയാണെന്ന് മീഡിയ വൺ ചാനലിൻ്റെ നിരോധം തെളിയിച്ചു. ഈ ഘനാണ്ഡകാരത്തിലും വെളിച്ചത്തിൻ്റെ കീറ് പരമോന്നത കോടതിയുടെ ഇടപെടൽ മാത്രമായി. ഇவ்விധം ഇരുൾമുറ്റിയ പരിസരത്താണ് പ്രതിപക്ഷത്തെ കോൺഗ്രസും NCPയും സമാജ്വാദി പാർട്ടിയും ഇടതുകക്ഷികളും RJDയുമെല്ലാം ചേർന്ന ഇന്ത്യ മുന്നണി ഭാഗ്യപരീക്ഷണത്തിനിറങ്ങുന്നത്. മതേതര ഇന്ത്യയും മതന്യൂനപക്ഷങ്ങളും ഒറ്റക്കെട്ടായി പണിയെടുത്താൽ 37% മാത്രം വോട്ട് നേടി അധികാരത്തിലേറിയ തീവ്ര ഹിന്ദുത്വ പാർട്ടിയെ തടയിടാനാവുമെന്ന് കോൺഗ്രസിനോടൊപ്പം ശരത് പവാറും നിതീഷ് കുമാറും അഖിലേഷ് യാദവും തേജസ്വി യാദവും മമതാ ബാനർജിയും MK സ്റ്റാലിനും ഇടതു പാർട്ടികളും തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിരുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ പിറവി. പക്ഷേ രൂപീകരണത്തിന് മുൻകൈയെടുത്ത നിതീഷ് കുമാർ തന്നെ ആദ്യം കളം മാറി ചവിട്ടി. ശരത് പവാറിൻ്റെ NCPയെ പിളർക്കാൻ സ്വന്തം സഹോദരപുത്രൻ അജിത് പവാറിനെ EDയെ വിട്ട് വിരട്ടി കൂടെ കൂട്ടി. മോദിയുടെ നമ്പർ 1 ശത്രുവായി മാറിയ AAP സുപ്രീമോ അരവിന്ദ് കെജ്രിവാളിനെയും സഹമന്ത്രിമാരെയും മദ്യക്കേസിൽ പ്രതികളാക്കി ജയിലിലടച്ചു. ഈ വൈതരണികളെയെല്ലാം ഒരുവിധം അതിജീവിച്ച ഇന്ത്യ സഖ്യം മോദി വാഴ്ചയ്ക്കെതിരെ പോർക്കളത്തിലിറങ്ങിയപ്പോൾ അളമുട്ടിയ ജനം ഒപ്പം നിന്നു എന്ന് തെളിയിക്കുന്നതാണ് ജൂൺ 4 പുറത്തുവന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. നിലവിലെ ലോക്സഭയിൽ 353 സീറ്റുകളുള്ള NDA 294 സ്ഥാനങ്ങളിലേക്ക് കുത്തനെ വീണതോടെ 241 സീറ്റുകളുമായി BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനാവില്ല എന്ന് തീർച്ചപ്പെട്ടിരിക്കുന്നു. പ്രധാന അട്ടിമറി നടന്നത് UPയിലാണ്. യോഗി ആദിത്യനാഥ് സ്വകാര്യ സ്വത്ത് പോലെ കൊണ്ടു നടക്കുന്ന UPയാണ് കാവിപ്പടയുടെ മുഖ്യ പ്രതീക്ഷാ കേന്ദ്രമെന്നിരിക്കെ
80-ൽ 35 സീറ്റു മാത്രം നേടി അങ്കലാപ്പിലായിരിക്കുകയാണ് BJP. 17-ാം ലോക്സഭയിൽ 64 സീറ്റുകളുണ്ടായിരുന്ന സ്ഥാനത്താണ് ഈ മഹാനഷ്ടം. 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിലും അപ്രതീക്ഷിത തിരിച്ചടിയാണ് കാവി സഖ്യം നേരിട്ടിരിക്കുന്നത്. BJPക്ക് 9 സീറ്റാണ്, കോൺഗ്രസ് 13, ശരത് പവാർ NCP 8, ഉദ്ധവ് താക്കറെ ശിവസേന 9 ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിക്ക് 30 സീറ്റാണ് മൊത്തം. BJP ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അധികാരം പിടിച്ചെടുത്ത രാജസ്ഥാനിലും കോൺഗ്രസ് നില ഗണ്യമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, 25-ൽ 10. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി BJPയെ ഒറ്റക്ക് നേരിട്ട് 42-ൽ 29 സീറ്റുകളും അടിച്ചെടുത്തു. CPMുമായി കൂട്ടുകൂടി മത്സരിച്ച കോൺഗ്രസിന് ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നപ്പോൾ 3.5 പതിറ്റാണ്ട് ഭരിച്ച CPMന് വട്ടപൂജ്യം. ബീഹാറിൽ തേജസ്വി യാദവ് നേതൃത്വം നൽകുന്ന മഹാഗഠ്ബന്ധന് പ്രതീക്ഷിച്ച സീറ്റുകൾ നേടാനായില്ല. അവിടെ കൂടുതൽ സീറ്റു നേടിയ നിതീഷ് കുമാറിൻ്റെ JDUവിനെയും ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ TDPയെയും NDAയിൽ നിന്ന് അടർത്തിയെടുക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം വിജയിച്ചാൽ ചിത്രമാകെ മാറും. പക്ഷേ മോദി അമിത് ഷാ ടീം ആപത് സാധ്യത മണത്തറിഞ്ഞ് എന്ത് വില കൊടുത്തും നിതീഷ് കുമാർ നായിഡു പ്രഭൃതികളെ പിടിച്ചു നിർത്താനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് ഇതെഴുതുമ്പോൾ. ഭരണത്തിൽ NDA തന്നെ തുടർന്നാലും മോദി ഗ്യാരണ്ടിയിലെ മുഖ്യ ഇനങ്ങൾ നടപ്പാക്കുക എളുപ്പമാവില്ല. ഭരണഘടനാ ഭേദഗതി അപ്രാപ്യമാവും. ന്യൂനപക്ഷ ധ്വംസനവും അതേപടി തുടരാനാവില്ല. അതേസമയം ഇന്ത്യ മുന്നണി അവസരത്തിനൊത്ത് ഉയർന്നില്ലെങ്കിൽ നിലപാടുകളെ ചൊല്ലി തമ്മിലടിച്ചാൽ തങ്ങളുടെ പിൻബലം രാജ്യത്തെ ഏറ്റവും വലിയ മതന്യൂനപക്ഷമാണെന്ന അനുഭവസത്യം വിസ്മരിച്ചാൽ തലമറന്ന് എണ്ണ തേക്കലാവും. മോദിപ്പേടിയിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് മുസ്ലിം പേരുകാരെ പരമാവധി മാറ്റി നിർത്തിയതിൻ്റെ ന്യായീകരണം എന്തായാലും ഭരണഘടനാദത്തമായ അവകാശങ്ങൾ ഏറ്റവും വലിയ മതന്യൂനപക്ഷത്തിന് നിരന്തരം നിഷേധിക്കുന്നത് ഇന്ത്യ അതിശക്തമായി ഉയർത്തിയ ഭരണഘടനാ സംരക്ഷണത്തിൻ്റെ നഗ്നമായ ലംഘനമാവും.